ദിയാ, എന്താ ഉമ്മച്ചിയെ? ഒന്നുമില്ല. ഇന്ന് എപ്പോഴാണ് ക്ലാസ് കഴിയുക? 5 മണിയാവും. ഇന്ന് വേഗം വരണം കേട്ടോ. ഇന്ന് നമുക്ക് ഒരുമിച്ച് ചായ കുടിക്കണം. അതെന്താ അമ്മ, ഇന്നെന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? ഒന്നുമില്ല, വേഗം വാ. ഓക്കെ. പിന്നെ കൂട്ടുകാരികളോടൊക്കെ ഉമ്മാൻ്റെ അന്വേഷണം പറയണം. ഉമ്മാക്ക് സുഖമാണെന്ന് പറയണം. ഉമ്മ എവിടേക്കെങ്കിലും യാത്ര പോകുന്നുണ്ടോ? ഏയ് ഒന്നുമില്ല. എൻ്റെ കുട്ടി വേഗം പോയിട്ട് വാ. എല്ലാം വന്നിട്ട് പറയാം. ഓക്കെ ഉമ്മ. സാബി, അസ്സാം വലൈക്കും. വലൈക്കും അസ്സലാം. എന്താടി നേരത്തെ? ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ. നിനക്ക് സുഖമാണോ? ആ, അങ്ങനെ പോകുന്നു. പണ്ടത്തെ പോലെ തന്നെയാണോ? ആ, അതൊക്കെ അങ്ങനെ തന്നെ, ഒരു മാറ്റവും ഇല്ല. പിന്നെ മോളെന്തേ? അവൾ സ്കൂളിൽ പോയി. ഇനി 5 മണിക്കേ വരുള്ളൂ. നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ പറ. ഒന്നുമില്ല. കുഞ്ഞുനാൾ മുതലേ നീ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാ. എൻ്റെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. നിന്നോട് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരണം കേട്ടോ. ഞാൻ ചിലപ്പോൾ ഒരു ദൂരെ യാത്ര പോവും. നീ ആരോടും പറയണ്ട. എന്നെങ്കിലുമൊക്കെ കാണാം. ഇനി അഥവാ ഈ ഭൂമിയിൽ വെച്ച് കണ്ടില്ലെങ്കിൽ സ്വർഗത്തിൽ വെച്ച് കാണാൻ വിധിയുണ്ടെങ്കിൽ കാണാം. അത്രേ പറയുന്നുള്ളൂ. എങ്ങോട്ടാണ്, എപ്പോഴാണ് ഒന്നും എന്നോട് ചോദിക്കരുത്. ഞാൻ ചോദിക്കുന്നില്ല. എവിടെങ്കിലൊക്കെ പോയിട്ട് രക്ഷപ്പെട്. എത്ര വർഷമായി നീ ഇങ്ങനെ. സാരില്ല, എല്ലാം വിധിയാവും. പോകുമ്പോൾ വലിയ വിഷമമുണ്ട് മക്കളെ കാര്യം ആലോചിക്കുമ്പോൾ. എന്താ ചെയ്യുക, എൻ്റെ മുമ്പിൽ ഇനി വേറെ വഴിയില്ല. എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണാമെന്ന പ്രതീക്ഷയോടെ ഫോണ് വെക്കുക കേട്ടോ. ആരെന്നെക്കുറിച്ച് ചോദിച്ചാലും അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ഓക്കേടി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എൻ്റെ പൊന്നുമോള് വന്നല്ലോ. വാ വാ, ചായ എടുത്തു വെക്കുമ്മ. എനിക്ക് നല്ല വിശപ്പുണ്ട്. എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. വേഗം വാ, നമുക്ക് കുടിക്കാം. എന്താണ് ക്ലാസ്സിലൊക്കെ വിശേഷം? സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണ്. ഉമ്മാൻ്റെ അന്വേഷണം എല്ലാവരോടും പറഞ്ഞു. ഉമ്മാനെ എല്ലാവർക്കും ഇഷ്ടമാണ്. പാരൻസ് മീറ്റിങ്ങിന് വരുമ്പോൾ ഉമ്മാനെല്ലാവർക്കും പരിചയമുണ്ടല്ലോ. അതുമല്ല, എനിക്ക് ഇത്രയും വയസ്സായിട്ട് ഒരുപാട് പാരൻസ് മീറ്റിങ്ങുകൾ കഴിഞ്ഞു പോയി. ഉപ്പ ഒരു പ്രാവശ്യം പോലും വന്നിട്ടില്ല. എപ്പോഴും ഉമ്മയല്ലേ വരല്ലേ. എൻ്റെ ഉപ്പച്ചിയും ഉമ്മച്ചിയും ഒക്കെ നിങ്ങളാണ്. നിങ്ങളില്ലെങ്കിൽ ഞാൻ വെറും സീറോ ആണ്. ഉമ്മയാണ് എൻ്റെ കരുത്ത്. ഉമ്മയാണ് എൻ്റെ ധൈര്യം. ഉമ്മ സ്നേഹനിധിയാണ്. എന്തിനാ അപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒന്നുമില്ലമ്മ, ഇഷ്ടം കൊണ്ടാ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞാൽ സങ്കടാവോ? പറ ഉമ്മച്ചിയെ. ഉമ്മച്ചി ഇല്ലാത്ത നിനക്ക് തനിച്ച് ജീവിക്കാൻ പറ്റുമോ? പറ്റായൊന്നുമില്ല. ഞാൻ വലിയ കുട്ടിയായില്ലേ. ഉമ്മ എങ്ങോട്ട് പോവാ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. ഉമ്മാനെ കണ്ടില്ലെങ്കിൽ ഉമ്മ എവിടെയെങ്കിലും പോയാ ഉമ്മാനെ പറ്റി നീ കുറ്റം പറയോ? ഉമ്മാനെ തള്ളി പറയോ? ഏയ്, എനിക്കെൻ്റെ ഉമ്മാനെ അറിയില്ലേ. എൻ്റെ ഉമ്മ ഒരുപാട് പ്രയാസപ്പെട്ടാണ് ജീവിക്കുന്നത്. മക്കൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. ജീവിതത്തിൽ സന്തോഷം അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ കുഞ്ഞുനാൾ മുതൽ എനിക്കറിയുന്നല്ലേ. ഉമ്മച്ചി വിഷമിക്കണ്ട. ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയും ഉമ്മച്ചിക്കുണ്ടാവും. അത് മതി എനിക്ക്, വേറൊന്നും വേണ്ട. എന്നാ പോയിട്ട് വേഗം ഫ്രഷായിട്ട് വാ. പഠിക്കാനുള്ളതൊക്കെ പഠിച്ചിട്ട് ഇന്ന് നേരത്തെ കിടക്കണം. എനിക്കെൻ്റെ മോളെ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കണം. ഇന്നെന്താ വല്ലാത്തൊരു സെൻറ്റി അടിക്കൽ. എന്തോ ഒരു സാഡ് ഫീൽ ഉണ്ടല്ലോ. എന്തു പറ്റി? ഉപ്പാക്കും ഉമ്മാക്കും വിളിച്ചോ? ഇല്ല ഇല്ല, ഒന്നുമില്ല. ഓരോ ആഗ്രഹങ്ങളല്ലേ. നീ വേഗം വാ. എനിക്കിന്ന് പഠിക്കാനൊന്നുമില്ല. ഇന്ന് ഞാൻ ഉമ്മാനെ കെട്ടിപ്പിടിച്ച് നേരത്തെ കിടന്നുറങ്ങും. ഇന്ന് എൻ്റെ കുട്ടി വേഗം വാ.
ഉമ്മ, നല്ല ഇടിമഴയും, നമുക്ക് വേഗം കിടക്കാം. പിന്നെ ഇക്കാക്കയും കുട്ടികളും ഒക്കെ കിടന്നു. ഉമ്മ വാ, നിനക്കിനി ഫുഡ് വല്ലതും വേണോ? ഒന്നും വേണ്ട ഉമ്മ, നമുക്ക് കിടക്കാം. രാവിലെ എണീറ്റ് നമുക്ക് നല്ല ഫുഡ് കഴിക്കാം. ഓക്കെ മോളെ, എൻ്റെ കുട്ടി നല്ല കുട്ടിയാവണം, ആരെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പിന്നെ നല്ലോണം പഠിക്കണം. കല്യാണമൊക്കെ സാവധാനം മതി. ഇതൊക്കെ എന്തിനാ ഇപ്പോൾ പറയുന്നത്? എനിക്ക് കല്യാണമേ വേണ്ട. കാരണം ഉമ്മാൻ്റെ ജീവിതം കണ്ടാണ് ഞാൻ വളർന്നത്. എനിക്ക് ജീവിതത്തിൽ കല്യാണം വേണ്ട, ഇങ്ങനെ ജീവിച്ചാൽ മതി. എങ്ങനെയാണെങ്കിലും പഠിച്ചിട്ട് ഒരു ജോലി വാങ്ങിക്കണം, അത്രയേ ഉള്ളൂ. എന്നാ ഞാൻ നിൻ്റെ നെറ്റിയിലൊരു ഉമ്മ തന്നോട്ടെ. എൻ്റെ കുട്ടി വേഗം കിടന്നോളി, നമുക്ക് നേരത്തെ എണീക്കണം. ഓക്കെ ഉമ്മ, എന്നെ കെട്ടിപ്പിടിച്ചേക്കണേ. പിടിച്ചോളാം, കിടന്നോളി. നല്ല മഴ, എങ്ങനെ റബ്ബേ പോവുക? സാരല്ല, കുടയെടുത്ത് പോവാം. എല്ലാവരും നല്ല ഉറക്കാണ്. യാത്ര ചോദിക്കുന്നില്ല ആരോടും. പോവാന്നറിഞ്ഞാൽ എല്ലാവർക്കും സങ്കടാവും. അവസാനമായിട്ട് എൻ്റെ മോളെ ഒന്ന് കെട്ടിപ്പിടിച്ച് പോവും. ഉമ്മാനോട് പൊറുക്കണേ, ഒരുപാട് കാലമായി സഹിക്കണം. ഇനി വയ്യ, കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളൊക്കെ ആയിട്ട് ജീവിക്കാം. മടുത്തു. എങ്ങോട്ടൊന്നും ലക്ഷ്യമില്ല, പോവാണ്. നേരം വെളുക്കുമ്പോൾ ഉമ്മാനെ കാണാത്തുമ്പോൾ നീ കരയരുത്, നല്ല കുട്ടിയായിട്ടിരിക്കണം. നിന്റെ ഇക്കാക്ക നിന്നെ പൊന്നു പോലെ നോക്കും. പിന്നെ എല്ലാരോടും ഉമ്മ പാവാണെന്ന് പറയണം. പോവാണ്. അസ്സലാമു അലൈക്കും. എവിടേക്കാ റബ്ബേ എൻ്റെ ഉമ്മ ഈ രാത്രി? വിളിക്കുന്നില്ല. പാവം സങ്കടം കൊണ്ട് പോവുമായിരിക്കും. എവിടെങ്കിലും പോയി സമാധാനം കിട്ടുമെങ്കിൽ ജീവിച്ചോട്ടെ. ഒരുപാട് കാലം മുമ്പ് ഞാൻ പറഞ്ഞതാ, രക്ഷപ്പെടാൻ, നല്ലൊരു ജീവിതം കണ്ടെത്താം. അന്നൊക്കെ മക്കളെ ആലോചിച്ച് ഉമ്മ പിടിച്ചു നിന്നു. ഇപ്പോ പറ്റാത്തത് കൊണ്ടായിരിക്കും ഞാൻ തിരിച്ചു വിളിക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ ഉമ്മാക്ക് വേണ്ടി. എവിടെ നോക്കി നടക്കുക? ചാകാനാ? നീ പോരുന്നോ? നല്ല പീസാണല്ലോ, കേറടി. ഇല്ല, ഞാനെങ്ങോട്ടും ഇല്ല. എവിടെ പോവാ? ഇവിടം വരെ, നിങ്ങൾ പൊക്കോളി. അല്ലാ, ഈ രാത്രി ഞാൻ എങ്ങോട്ട് പോവാനാ? കാത്തോളണേ. ഹലോ, എന്താ ഇവിടെ ഈ രാത്രിയിൽ? സമയം 2 മണി കഴിഞ്ഞു. എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടല്ല സാറേ. പിന്നെ വീട്ടിലാരുമില്ലേ? ആരുമില്ല സാറേ, തനിച്ചാണ്. എങ്ങോട്ടാ പോകണ്ടേ? അറിയൂല. ഇവിടെ ഈ രാത്രി ഇങ്ങനെ നിന്നാ ഇതത്ര നല്ല സ്ഥലമല്ല. പിന്നെ പോലീസിന് നിനക്ക് കാവലിക്കാനും പറ്റില്ല. എന്ത് സഹായം നിനക്ക് വേണ്ടത്? സാറ് പറ്റുകയാണെങ്കിൽ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും വല്ല വൃദ്ധസദനം ഉണ്ടെങ്കിൽ അവിടേക്കൊന്ന് കൊണ്ടാക്കിയ വലിയ ഉപകാരമായിരുന്നു. 1 മിനിറ്റ്, ഇവിടെ ഒരു സ്നേഹധീരുണ്ട്, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. മനുഷ്യനെ മെനക്കെടുത്താൽ ഓരോന്ന് ഇറങ്ങിക്കോളും രാത്രി. ഹലോ, നമസ്കാരമുണ്ട്. ഞാൻ ജോണാണ്. എന്താ സാറേ? ഒന്നുമില്ല, ഇവിടെ ടൗണിൽ കുറച്ച് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ വന്നിട്ടുണ്ട്. മുസ്ലിം സ്ത്രീയാണ്. അവർക്ക് ആരുമില്ലെന്നാണ് പറയുന്നത്. സമയമാണെങ്കിൽ കുറേ ആയി. അറിയാലോ നമ്മുടെ നാടിനെ കുറിച്ചിട്ട്. തൽക്കാലം അവിടേക്ക് മാറ്റിയാലോ? അതിനെന്താ സാറേ, കൊണ്ടുവന്നോളൂ. അവിടെ ലേഡി സ്റ്റാഫ് ഇല്ലേ? ഉണ്ട്.
എല്ലാവരും ഉണ്ട്. വന്നോട്ടെ, ഞങ്ങൾ കാത്തിരിക്കാം. താങ്ക് യു വെരി മച്ച്. വണ്ടി കയറ്, ഞാൻ കൊണ്ടുവിടാം. ഭക്ഷണം വല്ലതും കഴിച്ചോ? ഒന്നും കഴിച്ചിട്ടില്ല സാറേ. കുറച്ച് വെള്ളം കിട്ടിയാൽ മാത്രം മതി. ഓക്കെ, ഇതാ. പിന്നെ വീട്ടിൽ ആരുമില്ല എന്ന് പറഞ്ഞ് സത്യമാണോ? അതെ സാറേ, ആരുമില്ല. ഇപ്പോൾ ഈ പോകുന്ന സ്നേഹതീരം അവിടെ ഒരു അതിഥി മന്ദിരാണ്. ഒരുപാട് വൃദ്ധരായ ഉപ്പമാരും ഉമ്മമാരും ഒക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ എന്തെങ്കിലും ചെറിയ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ എനിക്കായിരിക്കും അതിൻ്റെ ഭവിഷ്യത്ത്. മനസ്സിലായല്ലോ? ഓക്കെ. ആ സാറേ, ഇതാ വരണു. എവിടെ കക്ഷി? ഇതാ. വന്നോളൂ കേട്ടോ. അവിടെ കയറിയിരുന്നോളൂ. ഇപ്പോൾ സമയം ഒരുപാടായില്ലേ, നാളെ സംസാരിക്കാം. ഓക്കെ, വലിയ ഉപകാരമായി. കുഴപ്പമില്ല. ഇവിടെ ഒറ്റപ്പെട്ടവരെ സംരക്ഷിക്കുന്ന സ്ഥലമാണ്. സ്വന്തം വീട് പോലെ കണ്ടാൽ മതി. കാര്യങ്ങളൊക്കെ നാളെ വിശദമായിട്ട് പറയാം. ഓക്കെ ഓക്കെ സാറേ, ഞങ്ങളേറ്റു. ഓക്കെ. അല്ലാ, നേരം വെളുത്തു. എൻ്റെ കുട്ടികളവിടെ എങ്ങനെ കഴിയുമെന്നറിയില്ല. സാരല്ല, ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടണം. നിസ്കരിച്ച് വരട്ടെ. പുതിയ ആളാണല്ലേ? സാറ് ചെല്ലാൻ പറഞ്ഞു. സാറേ, വരിക. എവിടെയായിരുന്നു വീട്? മലപ്പുറത്താണ് സാറേ. വീട്ടിൽ ഇപ്പം ആരുമില്ല, ഒറ്റക്കാണ്. തനിച്ചായപ്പോൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാമെന്ന് കരുതി. വലിയ ശമ്പളമൊന്നും വേണ്ട, ഇവിടെ നിർത്തിയാൽ മതി. ഇവിടെ ഒരുപാട് അച്ഛനമ്മമാരില്ലേ. എൻ്റെ അവസാന ആഗ്രഹമാണ് മരിക്കുവോളം ഇവരെ കൂടെ കഴിയുക, ഇവരെ പൊന്നു പോലെ നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ തന്നാൽ ഞാൻ എടുത്തു വെക്കും. ഒരു മോളെ കെട്ടിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞത് ആരും ഇല്ലയെന്ന്? അത് പേടിച്ചിട്ട് പറഞ്ഞതാ. പോലീസുകാരോട് ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ ഫോൺ നമ്പർ നോക്കി അവിടെ കൊണ്ടുവിടും. അതുകൊണ്ട് പറഞ്ഞതാ, പൊറുക്കണം. നിങ്ങൾ സാറോട് ഇനി മാറ്റി പറയണമെന്നും പോണ്ട. എല്ലാം ഞാൻ പറയാം. ഒരുപാട് വർഷങ്ങളായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. മക്കളും ഇപ്പോൾ ഒരു പേരക്കുട്ടിയൊക്കെ ഉണ്ട്. അവർക്കൊക്കെ എന്നെ ഇഷ്ടമാണ്. പൊന്നു പോലെ നോക്കും. ഒരുപാട് വർഷം അവർക്ക് വേണ്ടി ജീവിച്ചു. ഇനി അവർക്കും വേണ്ട ഒരു ജീവിതം. ഉമ്മ എന്നും പറഞ്ഞ് നിന്നാൽ പറ്റില്ലല്ലോ. ആർക്കും ഒരു ഭാരമാകാതിരിക്കാൻ വേണ്ടി ഞാൻ സ്വയം എടുത്ത തീരുമാനം. ഒരുപാട് ദിവസം ചിന്തിച്ചിട്ട് കിട്ടിയ ഉത്തരം. ദയവ് ചെയ്ത് എന്നെ പറഞ്ഞു വിടരുത്. നിങ്ങൾ തരുന്ന എന്ത് ജോലി ഞാൻ ചെയ്യും. എനിക്ക് മനസ്സിലാവും, നിങ്ങളെ പ്രായത്തിലുള്ള ഒരു പെങ്ങൾ എനിക്കുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് ദുരിതങ്ങളായിരുന്നു. ഇപ്പോൾ ഒരു ഭർത്താവ് മരിച്ചു. അതുകൊണ്ട് നിങ്ങളിവിടെ സുഖമായിട്ട് കഴിഞ്ഞോളൂ. ഞങ്ങൾക്ക് എന്താണെങ്കിലും ഇവിടെ ഒരു വാക്കൻസി ഉണ്ട്. നല്ല സാലറിയും തരാം. ഇവരെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. വലിയ ഉപകാരം, ഒരിക്കലും മറക്കില്ല. അങ്ങനെയൊന്നും പറയണ്ട. നമ്മളൊക്കെ ഒന്നാണ്. ഇവിടെ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നുമില്ല. നമ്മളൊരു കുടുംബമാണ്. ആരാരുമില്ലാത്ത ഒറ്റപ്പെട്ട ആളുകൾക്ക് സാന്ത്വനം പകരാൻ, അവരോടല്പം സംസാരിക്കാൻ, അവരോട് കരുണ കാണിക്കാൻ, അതൊക്കെയാണ് നമ്മുടെ ജോലി. എനിക്കറിയാം സാറേ, ഞാനിതുപോലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ പോയിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്.
അന്ന് ഞാൻ തീരുമാനിച്ചതായിരുന്നു, എൻ്റെ വാർദ്ധക്യകാലം മരണം വരെ ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ ജീവിക്കണമെന്ന്. വേറെ പ്രശ്നമൊന്നുമില്ല സാറേ, ഞാൻ ഹാപ്പിയാണ്. എന്നാലും ഓക്കെ, ജോയിൻ ചെയ്തോളൂ. എന്താ പേര്? ദിയ. വീട് എവിടെയായിരുന്നു? മലപ്പുറത്തായിരുന്നു. രാത്രി ഒരാൾ വന്നിക്കണെന്ന് പറഞ്ഞു. ആള് സുന്ദരിയാണല്ലോ. മക്കള്? എല്ലാം ഞാൻ പറയാം. പിന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? അതിനെന്താ, എൻ്റെ കൂടെ വന്നോളൂ. നമസ്കാരമുണ്ട്. അസ്സാം വലൈക്കും. വലൈക്കും അസ്സലാം. പുതിയൊരാൾ വന്ന് ജോലിക്കെന്ന് പറഞ്ഞു. സുഖാണോ? ആ, സുഖാണ്. ഇനി ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ. നിങ്ങൾക്ക് എന്താ വിഷമമുണ്ടെങ്കിൽ എന്നോട് പറയാം. വലിയ സന്തോഷമായി മോളെ. ഇവിടെ ഒരാളുണ്ടായിരുന്നു, അവരിപ്പോൾ ഇവിടെ ഇല്ല. പുതിയ ആൾ വന്നു എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം. ഞങ്ങൾക്ക് മക്കളില്ല. മക്കൾ ഞങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിട്ടതാണ്. ഇവിടെ സുഖാട്ടോ. സ്നേഹതീരം, സത്യം പറഞ്ഞ സ്നേഹക്കടലാണ്. ഇനി നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാനുണ്ടാവും. മരുന്നെടുത്ത് തരാനും ഭക്ഷണം തരാനും നിങ്ങളെ പാട്ട് പാടി ഉറക്കാനൊക്കെ. ആണോ? മോക്ക് മക്കളില്ലേ? മക്കളുണ്ട്. അവരൊക്കെ എല്ലാവർക്കും സുഖമാണ്. വലിയ കുട്ടികളായി. മോളെ കല്യാണം മാത്രം കഴിയാനുണ്ട്. പിന്നെ ഒരു മോനും. ഇനി എന്നാ നിങ്ങൾ നാട്ടിലേക്ക് പോവുക? നാട്ടിലേക്കൊന്നും പോവില്ല. മരണം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതെൻ്റെ ഒരു നിയ്യത്താണ്. അപ്പോൾ മക്കളൊന്നും കാണണ്ടേ? ഞാൻ അവരൊക്കെ കാണുന്നുണ്ട്. എൻ്റെ കൂടെ ഒരു നിഴൽ പോലെ എൻ്റെ മക്കളുണ്ട്. അവർക്കറിയാം എന്നെ. ഞങ്ങൾക്ക് വലിയ സന്തോഷമായിട്ടോ നിങ്ങൾ വന്നപ്പോൾ. എനിക്കും നിങ്ങളൊക്കെ കണ്ടപ്പോൾ എൻ്റെ സങ്കടമൊക്കെ അലിഞ്ഞു പോയി. എനിക്കിപ്പോൾ ആരുമില്ലല്ലോ, നിങ്ങളെപ്പോലെ തന്നെയല്ലേ. ഇനി നമുക്ക് സന്തോഷമായിട്ട് കഴിയാം. ചായ കുടിച്ചോ നിങ്ങളൊക്കെ? ആ, കുടിച്ചു. നിങ്ങളോ? ഇല്ല, ഞാനിപ്പോൾ ജോലിയിൽ ജോയിൻ ചെയ്തേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കുക, എല്ലാവരെയും പരിചയപ്പെട്ടിട്ട്. നിങ്ങളെല്ലാവരെയും കഥകൾ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. മെല്ലെ മെല്ലെ പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ, എന്നാൽ പിന്നെ കാണാട്ടോ. ഓക്കെ. ഇവിടെ വന്നിട്ട് 6 വർഷം കഴിഞ്ഞു. ഇതുവരെ ഞാൻ മക്കളെ വിളിച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ ഫോണില്ല. ഫോണും സിമ്മൊക്കെ എടുത്തു പോന്നാൽ അവരെന്നെ കണ്ടുപിടിക്കും, നാട്ടിലേക്ക് കൊണ്ടുപോകും. വീണ്ടും വയ്യ, ഇനി അങ്ങോട്ടൊരു തിരിച്ചു പോക്കില്ല. എന്താണെങ്കിലും മാനേജറോട് പറഞ്ഞ് അവരെ നമ്പറിൽ നിന്നൊന്ന് വിളിച്ചു നോക്കണം. മോളെ സൗണ്ടൊന്ന് കേൾക്കാലോ. അവളെ കല്യാണം കഴിഞ്ഞോ എന്നറിയില്ല. എന്താ ഒരു വിഷമം? നിങ്ങൾ വന്നിട്ട് ഈ സ്ഥാപനം ആകെ മാറി. എല്ലാ അമ്മമാരുടെ മുഖത്തും എപ്പോഴും സന്തോഷമാണ്. നിങ്ങളെക്കുറിച്ചാണ് എല്ലാവരും പറയുന്നത്. നിങ്ങളവർക്ക് പ്രിയപ്പെട്ടതാണ്. ശരിയാണ്, അവരൊരുപാട് മാറി സാറേ. സാറേ, എനിക്കൊരാഗ്രഹമുണ്ട്. പറഞ്ഞോട്ടെ? അതിനെന്താ, പറഞ്ഞോളൂ. നാട്ടിൽ പോകണോ? വേണ്ട വേണ്ട, എൻ്റെ ഡയറിയിൽ എൻ്റെ മോളെ നമ്പറുണ്ട്. സാറൊന്ന് വിളിച്ചു നോക്കൂ. സാറ് വിളിക്കണ്ട, മാഡത്തിനെ കൊണ്ട് വിളിപ്പിച്ചാൽ മതി. അതിനെന്താ, അതൊക്കെ ഞങ്ങൾ ഏറ്റു. എന്നാ ഓക്കെ, നാളെ ആവട്ടെ. രാവിലെ വിളിക്കാം. അപ്പം മോള് വീട്ടിലുണ്ടാവും. സൗണ്ട് കേൾക്കാൻ കൊതിയുണ്ട്. വീട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയാൻ വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ 6 വർഷം ഞാനെല്ലാം സഹിച്ചു. ഇന്നലെ
മക്കളെ സ്വപ്നം കണ്ടു. അതുകൊണ്ടാണ്. ഒന്നും സാരില്ല, നമുക്ക് വിളിക്കാം. പോയി കിടന്നോളൂ, സമയം കുറേ ആയില്ലേ. മേഡം, വീട്ടിലേക്കൊന്ന് വിളിച്ച് എൻ്റെ കാര്യം പറയണ്ട. എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ മതി. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് തിരക്കിയാൽ മതി. ആ, സാർ ഇന്നലെ പറഞ്ഞിരുന്നു. നമുക്ക് വിളിക്കാം. നമ്പർ തരൂ. ഇതാണ് മേഡം നമ്പർ. ഓക്കെ, വെയിറ്റ്, വിളിച്ച് നോക്കാം. എടുക്കുന്നില്ലല്ലോ. ഒന്നോടെ വിളിച്ചു നോക്കൂ. മോള് ചിലപ്പോൾ ബാത്റൂമിലാവും. സാരല്ല, നമുക്ക് വിളിക്കാന്നേ, ടെൻഷൻ ആവണ്ട. റിങ് ആവുന്നുണ്ട്. ഹലോ, യെസ്, സാബിയുടെ മോളാണോ? അതെ. എന്താ വിശേഷങ്ങളൊക്കെ, സുഖാണോ? മോക്കെന്നെ അറിയോ? ഇല്ല, മനസ്സിലായില്ല. സാബിയുടെ കൂടെ പഠിച്ചതാ ആണോ? ഉമ്മച്ചി പോയിട്ട് വിളിച്ചിരുന്നോ? ഇല്ല, 6 വർഷമായി ഞങ്ങളുടെ ഉമ്മ പോയിട്ട്. ഒരു വിവരവും ഇല്ല. എന്താ പറ്റിയെന്ന് അറിയില്ല. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വിളിക്കേണ്ടതാ. അവിടെ എന്താണ് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണ്. കുഞ്ഞൊക്കെ വലുതായോ? ആ, അവളൊക്കെ ഉഷാറായി. നിന്റെ കല്യാണം വല്ലതും? ആ, കഴിഞ്ഞു. ഉമ്മല്ലാതെ എന്ത് കല്യാണ? ഒക്കെ ഒരു ചടങ്ങിന് എല്ലാവരും കൂടി അങ്ങ് കഴിച്ചു. മോക്ക് സുഖാണോ? ആ, സുഖാണ്. ഉമ്മയുടെ വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ കണ്ടാണ് ഞങ്ങൾ വളർന്നത്. വിവാഹം വേണ്ടാന്ന് വെച്ചതാ. പിന്നെ എല്ലാവരും നിർബന്ധിച്ച്. ഉമ്മാനെ കാത്ത് കുറെ നിന്നു. ഉമ്മ വന്നതും വിളിച്ചതൊന്നുമില്ല. എപ്പോഴും വഴക്കാണ് വീട്ടില്. നീ നിന്റെ ഉമ്മാനെ പോലെ ആവും, പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കല്യാണം കഴിഞ്ഞു. അതൊന്നും സാരില്ല മോളെ. എങ്ങനെയുണ്ട് നിന്റെ ഹസ്ബൻഡ്? ഓക്കെയാണോ? നല്ല മനുഷ്യനാണ്. എല്ലാം അറിഞ്ഞാണ് കല്യാണം കഴിഞ്ഞത്. കുഴപ്പമൊന്നുമില്ല. എന്തായിട്ടെന്താ? എൻ്റെ ഉമ്മച്ചി ഇല്ലല്ലോ കൂടെ. മോള് വിഷമിക്കണ്ട, ഉമ്മച്ചി വരും. പിന്നെ ഇക്കാക്കമാർക്കൊക്കെ സുഖമാണോ? അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു. വലിയ ഇക്കാക്ക ഗൾഫ് നിർത്തി നാട്ടിലാണ്. ചെറിയ ബിസിനസ്സൊക്കെയാണ്. അവരെന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ ഉമ്മച്ചി നോക്കുന്ന പോലെ ആവില്ലല്ലോ. എന്നെ നന്നായി പഠിപ്പിക്കും, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും, എനിക്ക് വേണ്ട ഡ്രസ്സൊക്കെ തയ്ച്ചു തരും. അങ്ങനെ ഒരു ഉമ്മച്ചിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. പാവായിരുന്നു ഉമ്മച്ചി. നിങ്ങൾ എന്തെങ്കിലും എൻ്റെ ഉമ്മച്ചിനെ കാണുകയാണെങ്കിൽ പറയണം. ഞാൻ ചോദിച്ചിരുന്നെന്ന് തീർച്ചയായിട്ടും പറയാം. ഉമ്മ യാത്രയായപ്പോൾ സിമ്മെല്ലാം നശിപ്പിച്ചല്ലേ പോയത്. എങ്ങനെ മോളെ വിളിക്കുക? എന്തെങ്കിലും വിവരം കിട്ടിയ ഉമ്മാനെ കൂട്ടി ഞാൻ അങ്ങ് വരും. പോരെ? അത് മതി. നിങ്ങൾ ഉമ്മാൻ്റെ ഫ്രണ്ടല്ലേ, ഒരു ദിവസം ഞങ്ങളെ കാണാൻ വരുമോ? വരാട്ടോ. മോള് സങ്കടപ്പെടണ്ട. നിന്റെ സംസാരം കേട്ടിട്ട് എനിക്കും സങ്കടം വരിക. ഞാൻ വെക്കാട്ടോ. ഓക്കെ ഓക്കെ ആൻറ്റി, താങ്ക് യു. വലിയ സന്തോഷം, അതിലേറെ സങ്കടം. എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞുല്ലേ, വലിയ കുട്ടിയായി. അല്ലാ, എൻ്റെ മക്കളെ കാത്തോളണേ. എന്താണെങ്കിലും അവരെന്നെ ശപിച്ചില്ലല്ലോ. അവർക്കറിയാം എൻ്റെ അവസ്ഥ. ഇനി ഒന്നും ആലോചിക്കണ്ട. ഇന്ന് ഡ്യൂട്ടി ഒന്നും ചെയ്യണ്ട, റെസ്റ്റ് എടുത്തോളൂ. വേണ്ട മാം, സാരില്ല. അമ്മമാർക്ക് സങ്കടാവും. ഞാൻ ഡ്യൂട്ടി തന്നെയാണ്, സാരില്ല. എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലൊക്കെ വെച്ച് മക്കളെ കാണുമായിരിക്കും.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാറേ. അറിയോ എത്ര നാളായി ഇവിടെ വന്നിട്ട്? 10 വർഷം കഴിഞ്ഞു. അല്ല, നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരുപാട് ക്യാഷ് ഉണ്ടല്ലോ, അതെല്ലാം എന്താ ചെയ്യേണ്ടി? അവിടെ കിടന്നോട്ടെ. എൻ്റെ മരണശേഷം എൻ്റെ മോളെ ഏൽപ്പിച്ചാൽ മതി. നമ്പർ സാറ് എടുത്തു വെച്ചോളൂ. എന്തിനാ അങ്ങനെ വാശി? ഒരു ദിവസം അവരെ കാണാൻ പൊക്കൂടെ? വേണ്ട, അവരെ കണ്ടാൽ പിന്നെ എനിക്കിങ്ങോട്ട് തിരിച്ചു പോരാൻ പറ്റില്ല. എനിക്ക് അവസാനം വരെ ഈ അമ്മമാരെ നോക്കി ഇവിടെ കഴിഞ്ഞാൽ മതി. ഇതെൻ്റെ വാശിയല്ല, എൻ്റെ ശബ്ദമായിരുന്നു. എന്നാ ഓക്കെ, സങ്കടപ്പെടണ്ട കേട്ടോ. അടുത്ത ആഴ്ച മലപ്പുറത്തു നിന്നാണ് ഇവിടെ ഒരു അന്നദാനം ബുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളറിയുന്ന ആളുകൾ ഉണ്ടാവുമെന്ന് അറിയില്ല. വേണമെങ്കിൽ അന്ന് ലീവ് എടുത്തോളൂ. അതൊന്നും സാരമില്ല. ഞാൻ ഒരുപാട് മാറിയില്ല സാറേ. മുടിയെല്ലാം നരച്ചു, പല്ല് കൊഴിഞ്ഞു പോയി. ഇനി എന്നെ ആരറിയാനാ സാറേ? ഞാനുണ്ടാവും. എനിക്കും മലപ്പുറത്തെ ആളുകൾ കൂടെ സംസാരിക്കാലോ, കാണാലോ. എന്നാ ഓക്കെ, അടുത്ത ഞായറാഴ്ചയാണ്. ഇവിടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. സ്റ്റേജൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. നല്ല ടീമാന്ന് തോന്നുന്നു. ഡൊണേഷനും ഫുഡും പിന്നെ ഇവിടെയുള്ള അമ്മമാർക്ക് വസ്ത്രങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കും ഡ്രസ്സ് ഉണ്ടാവും, ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം. ആണോ? സന്തോഷം. എല്ലാവരും വരട്ടെ. അവരെ നമുക്ക് സന്തോഷിപ്പിക്കണം. നമ്മുടെ സ്ഥാപനം നിലനിൽക്കണം. ഒരുപാട് അമ്മമാർക്കും അച്ഛന്മാർക്കും അത്താണിയാണ് നമ്മുടെ സ്നേഹതീരം. ഞാനുണ്ടാവും സാറേ മരണം വരെ. ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, മലപ്പുറത്തുനിന്ന് വരുന്ന ആളുകളാരും എന്നെ തിരിച്ചറിയാതിരുന്നാൽ മതി. എന്നാ ഓക്കെ സാറേ, ഞങ്ങളെല്ലാം റെഡിയാക്കാം. ഹലോ സബി, നാളെയാണ് പ്രോഗ്രാം. എല്ലാം റെഡിയല്ലേ? ഒക്കെ സെറ്റാണ് സാറേ. ഒന്നിനും ഒരു കുറവും വരുത്തരുത്. ഓക്കെ ഓക്കെ, ഞങ്ങളുടെ നാട്ടുകാരല്ലേ സാറേ, ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ക്ലീൻ അല്ലേ ബാത്റൂമും കാര്യങ്ങളൊക്കെ? ഒക്കെ ക്ലീനാണ് സാറേ. ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. കൃത്യം 11 മണിക്ക് അവരെത്തും. എല്ലാം ശ്രദ്ധിച്ചോളണേ. എനിക്ക് നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്. സാറ് പൊക്കോളിയും, ഞങ്ങളെല്ലാം വേണ്ട പോലെ ചെയ്യാം. അത് മതി. ഇപ്പം നല്ല പരിചയമായില്ലേ, ഒരുപാട് കാലമായില്ലേ. നിങ്ങളിവിടെ ജോയിൻ ചെയ്തിട്ടാ ഈ സ്ഥാപനം ഒരു ഉണർവുണ്ടായത്. എല്ലാവരും ഹാപ്പിയാണ്. നിങ്ങളെക്കുറിച്ചാണ് എല്ലാവർക്കും പറയാനുള്ളത്. സന്തോഷം. ആർക്കും വേണ്ടാത്ത തന്നെ ഒരുപാട് അമ്മമാർക്കും അച്ഛന്മാർക്കും വേണമല്ലോ. ആരാ പറഞ്ഞ് നിങ്ങൾ ആർക്കും വേണ്ട? നിങ്ങളെല്ലാവർക്കും വേണം. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇത്രയും നല്ലൊരു സ്ഥാപനത്തിൽ എത്തിപ്പെട്ടത്. ശരിയാണ്, സത്യമാണ്. എൻ്റെ ആഗ്രഹം ഇതായിരുന്നു. മേഡം, അവരെല്ലാം വന്നോട്ടോ. വരാൻ പറയൂ, അവരെ സ്വീകരിക്കൂ. വരി വരി, എല്ലാവരും വരി. അസ്സാം വലൈക്കും. വലൈക്കും അസ്സലാം. മക്കളെ, നിങ്ങൾ എവിടെ? നിങ്ങളെ വീടൊക്കെ? മലപ്പുറത്താണ്. ആണോ? മലപ്പുറത്ത് എവിടെയാ? കുന്നുമ്മലാണ്. ആണോ? നിങ്ങളുടെ വീട് എവിടെ എത്താ? ഇവിടെ അടുത്താണ്. ആ, കുട്ടികളൊക്കെ ഉണ്ടല്ലോ. എല്ലാവരും വരി. നിങ്ങളിരിക്കും, വെള്ളം എടുക്കാം കേട്ടോ. ആ, കുടിച്ചോളും കുടിച്ചോളും. ഇവിടെ കൊടുക്കും മോളെ. എല്ലാവരും കുടിച്ചോളി കേട്ടോ. ഇനി പാട്ടും കളിയും ഉച്ചക്ക് ഭക്ഷണവും. മാനേജർ ഇല്ലേ? ഇപ്പം വരും, ഒരു മീറ്റിങ്ങിന് പോയതാ. ഓക്കെ ഓക്കെ, ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. ഓക്കെ. എന്താ അവിടെ, ഗ്ലാസ് പൊട്ടിയോ? ആ, പൊട്ടി. സാരില്ല കേട്ടോ. നല്ല കുട്ടിയാണല്ലോ. എന്താ പേര്? സിനു ആണോ? മാഷാ അല്ലാ, സുന്ദരി കുട്ടിയാണല്ലോ. എന്താ ഇങ്ങനെ നോക്കണ എൻ്റെ കുട്ടി? ഒന്നുമില്ല, ഇത് ഞങ്ങളുടെ
ഞങ്ങളുടെ ഉമ്മമ്മാനെ പോലെ ഉണ്ടല്ലോ. ഉമ്മമ്മ, ഉമ്മമ്മ, ഉമ്മമ്മേ, ഞാൻ കുട്ടീൻ്റെ ഉമ്മമ്മാനെ പോലെയാണോ? ഇത് എൻ്റെ ഉമ്മമ്മയാ, എൻ്റെ ഉമ്മമ്മയാ. യാ അല്ലാ, ഞാനൊന്ന് എടുത്തോട്ടെ? എടുത്തോളി. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അല്ലാ, ഇതെൻ്റെ കുട്ടിയാണല്ലോ റബ്ബേ. അല്ലാ. എന്താ സീനു അവിടെ ഗ്ലാസ് പൊട്ടിച്ചോ? ആ ഉപ്പ ഗ്ലാസ് പൊട്ടി. എന്താ ഇവിടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു? വാ, നമുക്ക് അപ്പുറത്തിരിക്കാം. വേണ്ട, ഞാനില്ല. ഇത് നമ്മുടെ ഉമ്മമ്മയാണ്. നമ്മുടെ ഉമ്മമ്മേ? നോക്കട്ടെ. ഉമ്മ, ഉമ്മ, നിങ്ങളെന്താ ഇവിടെ? നിങ്ങളെന്താ ഇവിടെ ഉമ്മ? എല്ലാം പറയാം, നീ ആരോടും പറയല്ലേ. നീ അങ്ങോട്ടൊന്ന് വാ. ഉമ്മ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായില്ലേ. നിങ്ങളൊന്നും ഉമ്മ മറന്നിട്ടില്ല. എന്നും എൻ്റെ കുട്ടികളെ കുറിച്ച് ആലോചിക്കും, അള്ളാഹിനോട് പ്രാർത്ഥിക്കും. കുട്ടികൾക്ക് സുഖാണോ? സുഖാണുമ്മ. ഉമ്മാനോട് ദേഷ്യമാണോ? ഇല്ലുമ്മ, ഒരു ദേഷ്യമല്ല. ഉമ്മ ഞങ്ങളെങ്ങനെ നോക്കിയിരുന്ന്, എങ്ങനെ സ്നേഹിച്ചിരുന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അന്ന് രാത്രി ഉമ്മ ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടതാ. ഞാൻ വിളിക്കാതിരുന്നതാ മനഃപൂർവ്വം. എവിടെയെങ്കിലും പോയി മനസമാധാനം കിട്ടി ജീവിച്ചോട്ടെ എന്ന് കരുതിയിട്ട്. ഉമ്മ ഇറങ്ങി പോകുമ്പോൾ ഞാൻ നെഞ്ച് പിടക്കുകയായിരുന്നു. ഉമ്മ, എൻ്റെ കുട്ടി കരയില്ലേ? ഇവിടെ എല്ലാവരും അറിയും. സാരില്ലുമ്മ, ഇത്രയും വർഷമായിട്ട് ഞാൻ സഹിക്കുകയാണ്. എല്ലാവരും കളിയാക്കുമ്പോഴും ഓരോന്ന് പറയുമ്പോഴും ഞങ്ങളുടെ ഉമ്മ പാവാണെന്ന് എല്ലാവരോടും പറയും. പക്ഷേ നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാം ഉമ്മ പാവാണെന്ന്. പിന്നെ എവിടെ എൻ്റെ കുട്ടി? ഓള് വന്നിട്ടില്ലേ? ഇല്ലമ്മ, ഓക്ക് വരാൻ പറ്റാണ്ട് വന്നിട്ടില്ല. 9 മാസം കഴിഞ്ഞു. വയറ്റിലുണ്ട് ഓൾക്ക്. എൻ്റെ കുട്ടിക്ക് സുഖാടോ? ഉമ്മ പോയിട്ട് ഒരുപാട് ദിവസം ആരോടും മിണ്ടിരുന്നില്ല. പിന്നെ പറഞ്ഞ് ശരിയായി. നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചു. ഓളെ ഫോട്ടോ ഉണ്ടോ കയ്യിൽ? ഇതമ്മ എൻ്റെ അടുത്തുണ്ട്. അല്ലാ, എൻ്റെ കുട്ടി തടിച്ചല്ലോ. ഉമ്മാനോട് പൊറുക്കണേ. ഉമ്മ ഞങ്ങളെ കൂടെ പോരോ? ഇല്ല, എന്നെ വിളിക്കല്ലേ. ഉമ്മ ഇവിടെ ഉണ്ടാവും. ഒരു ദിവസം ഓളെ കൂട്ടി വരണം. എനിക്കൊന്ന് കാണണം എൻ്റെ കുട്ടിനെ. പിന്നെ ഇപ്പം നീ മോളിനോടൊന്നും പറയണ്ട ഉമ്മ ഇവിടെ ഉള്ള കാര്യം. പിന്നെ ഒരു ദിവസം നിങ്ങൾ തനിച്ച് വരി, അന്നെല്ലാം പറയാം. ഓക്കെ ഉമ്മ, ഉമ്മ സങ്കടപ്പെടണ്ട. എൻ്റെ ബാങ്കിൽ ഇതുവരെ ജോലി ചെയ്ത ഒരുപാട് ക്യാഷ് ഉണ്ട്. നിനക്ക് വേണമെങ്കിൽ അത് കൊണ്ടുപോക്കോ. വേണ്ട ഉമ്മ, ക്യാഷും വീടും സൗകര്യങ്ങളൊക്കെ എനിക്കുണ്ട്. ഇല്ലാത്തത് ഒന്ന് മാത്രം, ഞങ്ങളുടെ പൊന്നുമ്മ. ഉമ്മാനെ കണ്ടപ്പോൾ സമാധാനമായി, സന്തോഷമായി. ഉമ്മയാണ് ഞങ്ങളെല്ലാം. ഉമ്മാക്ക് പോകുന്നോട് എൻ്റെ കൂടെ? ഇല്ല, ഇവിടെ ഒരുപാട് ഉമ്മമാരുണ്ട്. അവരെല്ലാം നോക്കി ഉമ്മാൻ്റെ അവസാന ശ്വാസം വരെ ഇവിടെ കഴിയണം. പിന്നെ ഉപ്പാക്ക് സുഖാണോ? ഉപ്പ, ഉപ്പ എന്താ? ഉപ്പാൻ്റെ കാര്യം എന്ത് പറ്റി? വീട്ടിലില്ലേ? 3 വർഷമായി. 2.5 വർഷം വെറും കിടപ്പായിരുന്നു. ക്യാൻസറായിരുന്നു. മരിക്കോളം നിങ്ങളെ ചോദിച്ചു, എവിടെയാണെന്നും അറിയില്ലല്ലോ. അവസാനം മരിക്കുമ്പോൾ പറഞ്ഞു, ഞാനോളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് പുറത്തു തരണമെന്ന്. ഉമ്മാൻ എന്തെങ്കിലും കാണുകയാണെങ്കിൽ പറയണമെന്ന്. അവസാനം ഒരുപാട് ബുദ്ധിമുട്ടിയാണ് മരിച്ചത്. ഞങ്ങളൊരുപാട് നോക്കി. ചെയ്ത തെറ്റിനെല്ലാം മാപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കേൾക്കാൻ
ഉമ്മ ഉണ്ടായിരുന്നില്ല. മരിച്ചിട്ട് 3 വർഷമായി. ഓരോ ആണ്ടിനും ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ നടത്താറുണ്ട്. ഉപ്പയും ഉമ്മയില്ലാത്ത എത്തിയ ഞങ്ങളിപ്പോൾ. പക്ഷെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. ഇനി ഉമ്മക്ക് വന്നൂടെ? ഞങ്ങൾ മാത്രമുള്ളല്ലോ. ഉമ്മാനെ ബുദ്ധിമുട്ടിക്കാനും കുറ്റം പറയാനും വഴക്ക് പറയാനും ഇല്ലാത്തത് പറയാനൊന്നും ഉപ്പയില്ലല്ലോ. സാരില്ല, ആ മനുഷ്യൻ നന്നാകാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചു. എന്നെ വഴക്ക് പറയുമ്പോഴും കുറ്റം പറയുമ്പോഴും ആട്ടി ഓടിക്കുമ്പോഴൊക്കെ എല്ലാം സഹിച്ച് ഒരുപാട് വർഷം ഞാൻ കാത്തിരുന്നു. പക്ഷേ എല്ലാം സഹിക്കുമായിരുന്നു. ഇല്ലാത്ത കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഭക്ഷണവും വസ്ത്രവും ഒന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ മനസ്സമാധാനം ഇല്ലാത്തത് പറഞ്ഞപ്പോഴാണ് എനിക്കെല്ലാം മടുത്തത്. മരിച്ചു എന്നറിഞ്ഞപ്പോൾ എന്തോ വല്ലാത്ത സങ്കടം. കുഞ്ഞുനാളിലാണ് എൻ്റെ കല്യാണം കഴിയുന്നത്. അന്നൊന്നും എനിക്കൊന്നും അറിയില്ലായിരുന്നു. സാരില്ല, അവിടെ നമ്മൾ തിരക്കുന്നുണ്ടാവും. ഭക്ഷണം കഴിച്ച് പോകുമ്പോൾ എന്നോട് യാത്ര പറയുമ്പോൾ നീ കരയാതെ നോക്കിക്കൊള്ളണം. വീട്ടിൽ ചെന്നിട്ട് മോളോടെല്ലാം പറയണം, അവൾ ഉമ്മാനെ കണ്ടു, ഉമ്മാക്ക് സുഖാണ് ഒക്കെ നീ പറയണം. ഓക്കെ ഉമ്മ, ഞാൻ എൻ്റെ ഉമ്മാനൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചോട്ടെ? അതിനെന്താ, ഞാൻ നിന്റെ ഉമ്മയാ. ഉമ്മ ഉമ്മ സഹിക്കുന്നില്ല ഉമ്മ. ഉമ്മമ്മ 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 വീട്ടിലേക്ക് വാ, ഇവിടെ നിൽക്കണ്ട. എൻ്റെ മക്കള് പൊക്കോളി, ഞാൻ വന്ന ശരിയാവൂല. ഇവിടെയുള്ള ഉമ്മമാരും ഉപ്പമാരും ഒക്കെ സങ്കടപ്പെടും. ഇനി ഉമ്മാക്ക് ആരെയും സങ്കടപ്പെടുത്താൻ വയ്യ. എല്ലാം നഷ്ടപ്പെട്ടവളാണ്, ആർക്കും വേണ്ടാത്തവരാണ്. ഇനി മക്കൾ എന്നെ കോർത്ത് സങ്കടപ്പെടണ്ട. ഉമ്മാൻ്റെ പ്രാർത്ഥന എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവും. ഉമ്മാനെ കാണാൻ തോന്നുമ്പോൾ ഇവിടെ വന്നാൽ മതി. ഈ സ്നേഹതീരത്തിൻ്റെ പടിവാതിൽക്കൽ മരിക്കോളം നിങ്ങളുടെ ഉമ്മച്ചി ഉണ്ടാവും. ഓക്കെ ഉമ്മ, ഉമ്മ സങ്കടപ്പെടല്ലേ. സങ്കടമൊന്നുമില്ല, എല്ലാ സങ്കടങ്ങളും ഇപ്പം തീർന്നു നിങ്ങളെ കണ്ടപ്പോൾ. ഇനി മോളെ കൂടെ ഒന്ന് കാണണം മരിക്കുന്നതിനിടക്ക്. എൻ്റെ കുട്ടിനോട് പറയണം, ഉമ്മ സങ്കടപ്പെടല്ലേ, അടുത്ത ആഴ്ച അവളെ കൂട്ടി വരാം. വേണ്ട, പ്രസവം കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഇനിയിപ്പോൾ യാത്ര ചെയ്താൽ ബുദ്ധിമുട്ടാവും. അവളോട് എല്ലാ കാര്യങ്ങളും നീ പറഞ്ഞാൽ മതി. അവളോട് കരയരുതെന്ന് പ്രത്യേകം പറയണം. അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. അവളെ ഉമ്മാക്ക് അവളെ ഒരുപാട് ഇഷ്ടമെന്ന് പറയണം. എല്ലാം പറയും ഉമ്മ. എന്നാ വരെയും നമുക്ക് ഭക്ഷണം കഴിക്കാം. ഓക്കെ, നീ കുഞ്ഞിനെ പിടിച്ചോ. ഓക്കെ ഉമ്മ. എല്ലാവരും ഭക്ഷണം കഴിച്ചോളേ. ഇമ്മമ്മ ഇരിക്കുന്നില്ലേ? ഞാൻ കഴിച്ചോണ്ട് എല്ലാവരും കഴിച്ചോളേയും വയറ് നിറച്ച്. ഓക്കെ ഓക്കെ, ഇഷ്ടമായോ ഫുഡൊക്കെ? നല്ല ഫുഡാണ്. ഓക്കെ, എന്നാൽ ഞങ്ങളിനി പൊക്കോട്ടെ. ഇനി എന്നാ ഇങ്ങോട്ട് വരിക? ഇടയ്ക്ക് വരാം. നിങ്ങൾ പൊക്കോളി. ഈ ക്യാഷ് ഇവിടേക്കുള്ളതാ. ഓക്കെ ഓക്കെ, ഈ കവർ ഇവിടെ നിന്നോട്ടെ. അതിലെന്താ? ഒരു സ്നേഹസമ്മാനാണ്. സ്നേഹതീരത്തിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഈ ഉമ്മച്ചിക്ക് വേണ്ടി. ആണോ?
വലിയ സന്തോഷം. എന്നാ മക്കൾ പൊക്കോളി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. യാ അല്ലാ, എൻ്റെ കുട്ടിൻ്റെ സമ്മാനം. മാഷാ അല്ലാ, ആ കൈകൊണ്ട് എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ തന്നതാ. വലിയ സന്തോഷമായി. അള്ളാഹു എൻ്റെ പ്രാർത്ഥന കേട്ടു. എൻ്റെ മോനെ കാണാൻ പറ്റി, പേരക്കുഞ്ഞിനെ കാണാൻ പറ്റി. ഇനി രണ്ടാളെ കൂടെ കാണണം. എല്ലാം നടക്കുമായിരിക്കും. മരിക്കുന്നതിന് മുമ്പ് ഒരാഗ്രഹം കൂടിയിട്ട്, അടുത്ത പ്രാവശ്യം മക്കൾ വരുമ്പോൾ ഒന്ന് പറയണം, മക്കത്തും മദീനത്തൊക്കെ ഒന്ന് പോകണം. അതിനുള്ള വിധി കൂടി എനിക്ക് തരണം റബ്ബേ. എൻ്റെ തെറ്റുകളൊക്കെ ഏറ്റു പറയണം. എൻ്റെ കുട്ടികളെ കാത്തോളണേ. ലോകത്തെ ഒരു ഉമ്മാക്കും എൻ്റെ ഗതി വരാതിരിക്കട്ടെ. നഷ്ടങ്ങളുടെ കണക്കേ ഉള്ളൂ. ഉപ്പ മരിച്ചതറിഞ്ഞില്ല. ഉമ്മയാണെങ്കിൽ രോഗശയ്യയിൽ. ഒന്ന് പോയി കാണണം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ മക്കളോടെല്ലാം പറയണം, ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല. ഞാൻ പോയാ പിന്നെ ഈ അമ്മമാർക്കാരാണ്? അല്ലാ, എനിക്കൊന്നും അറിയില്ല. എന്താ സാബി കരയുന്നേ? എന്തു പറ്റി? ഞങ്ങളെല്ലാം കേട്ടു കേട്ടോ. ഇനി നിങ്ങളുടെ സേവനം മതി. അടുത്ത ആഴ്ച മോന് വരും, മോളെയും കൊണ്ട്. ഞങ്ങൾ അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, ഉമ്മാനെ അവരെ കൂടെ അയക്കാമെന്ന്. എതിർപ്പൊന്നും പറയരുത്. ഇവിടേക്ക് അടുത്ത ആഴ്ച പുതിയൊരു സ്റ്റാഫ് വരും. നിങ്ങളുടെ ആഗ്രഹം പോലെ മക്കത്തും മദീനത്തൊക്കെ പോയി പ്രാർത്ഥിച്ച് മക്കളെ കൂടെ കഴിഞ്ഞിട്ട് ഇവിടെ എപ്പോഴും വരാലോ. ഇവിടുത്തെ അമ്മമാരും അച്ഛന്മാരും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. സ്നേഹതീരത്തിൻ്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി മലർക്കെ തുറന്നു വെച്ചിരിക്കും. സങ്കടം വേണ്ട. എന്നെ നിങ്ങൾ ഇവിടുന്ന് ഒഴിവാക്കുകയാണോ സാറേ? അങ്ങനെ പറയരുത്. ഇത് മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെയുള്ളവർ മാത്രം സന്തോഷിച്ചാൽ പോരല്ലോ, നിങ്ങളുടെ മക്കളും സന്തോഷിക്കണ്ടേ? അതിനു വേണ്ടി പറയുന്നതാ. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ഇങ്ങോട്ട് എപ്പോഴും വരാം. എന്നാ ഓക്കെ, സാറ് പറയും പോലെ ചെയ്യാം. അവർ വന്നു എന്ന് തോന്നുന്നു. വരീ. അറിയോന്നില്ലേ? 1000 വർഷങ്ങൾ കഴിഞ്ഞാലും ഞങ്ങളുടെ ഉമ്മാനെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? ഉമ്മ തന്ന സ്നേഹം, ഉമ്മാന്റെ ലാളന മറക്കാൻ പറ്റുമോ ഉമ്മാന്റെ മോക്ക്? കരയല്ലേ, ഈ സമയത്ത് കരയാൻ പറ്റൂല. ഉമ്മ ഇനി ഒന്നും പറയണ്ട. ഡ്രസ്സ് മാറ്റി ഞങ്ങളുടെ കൂടെ വാ. ഉമ്മയില്ലെങ്കിൽ ഞങ്ങൾ പോവില്ല. മക്കളെ, ഞാനിവിടെ നിന്നോട്ടെ. വേണ്ട, ഉമ്മ ഇനി ഒന്നും പറയണ്ട. ഉമ്മാനെ കൊണ്ടേ ഞങ്ങൾ പോവും. വാ ഉമ്മ വരി പ്ലീസ്. അവിടെ എല്ലാരും ഉമ്മാനെ കാത്തുക്കുന്നുണ്ട്. ഞാൻ വരാം മക്കളെ. അല്ലാ, ഞാൻ വരാം. എൻ്റെ കുട്ടിയോട് കരയലി. ഞാനിവരോടൊക്കെ ഒന്ന് യാത്ര പറഞ്ഞോട്ടെ. എല്ലാരോടും യാത്ര ചോദിക്കുന്നില്ല. പോയിട്ട് വരാം എത്രയും പെട്ടെന്ന്. മക്കത്തും മദീനത്തും പോകണം. അത് കഴിഞ്ഞിട്ട് മക്കളെ കൂടെ 1 മാസം നിൽക്കണം. എന്നിട്ട് ഇങ്ങോട്ട് തന്നെ വരും നിങ്ങളെ കൂടെ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടപ്പോൾ, പ്രയാസപ്പെട്ടപ്പോൾ, തനിച്ചായപ്പോൾ എനിക്ക് അഭയം തന്നത് സ്നേഹതീരമാണ്.
ഒരിക്കലും മറക്കൂല. 10 വർഷത്തിൻ്റെ ജീവിതം, സന്തോഷവും സങ്കടവും. അതിനിടയ്ക്ക് ഞാൻ സന്തോഷം കണ്ടെത്തിയത് നിങ്ങളിലൂടെയാണ്, സമാധാനം കണ്ടെത്തിയത് നിങ്ങളിലൂടെയായിരുന്നു. യാത്ര ചോദിക്കാൻ വയ്യ സാറേ, ഞാൻ ഇറങ്ങിക്കോട്ടെ. എൻ്റെ മക്കളെ കൂടെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ വരും. ഇതെൻ്റെ വാക്കാണ്. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. എന്നാ ഓക്കെ, പോയിട്ട് വരാം.